ഇതാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷേ ഇതിൻ്റെ പേര് എന്നോട് ചോദിക്കരുത്, എനിക്കറിയില്ല. പക്ഷെ ടേസ്റ്റ് യാറപ്പേ. ഇങ്ങനത്തെ ഒരു അസിസ്റ്റൻറ്റും കൂടി ഇങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ എല്ലാം എളുപ്പം തന്നെ. ആൻഡ് ഓൾ വി നീഡ് ടു മേക്ക് ദിസ് സ്പ്രിംഗ് റോൾ ഷീറ്റും ടൂത്ത് പിക്കും മാത്രം പോരാ, കുറച്ച് സാധനം വേണം. പക്ഷേ ട്രസ്റ്റ് മീ, ഇതൊരു മസ്റ്റ് ട്രൈ ആണ്. പിന്നെ ഭയങ്കര ലുക്കുവാണ്. ഈ ലാഗുള്ളൊരു പണി ഇങ്ങനെ ഈ ഒരു ഷേപ്പാക്കി എടുക്കണം. ഈ ഷേപ്പ് എന്താ വേണമെന്നില്ല. പിന്നെ ആദ്യം ഒന്ന് രണ്ടെല്ലാം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇനി ഇതിപ്പോൾ ഉണ്ടാക്കി തീരാന്ന് വിചാരിക്കുമേ. പക്ഷേ കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഇല്ലേ, നമ്മൾ ഈ സെയിം ഷേപ്പ് പല ടെക്നിക്കിൽ ഉണ്ടാക്കും. നമ്മൾ അതിലൊരു പ്രോ ആവും. ഭയങ്കര രസം ഉണ്ടാക്കാൻ. അങ്ങനെ സക്സസ്ഫുള്ളി 20 to 25 മിനിറ്റ്സിൽ ഞാൻ ആ പാക്കറ്റ് മൊത്തം ഇങ്ങനെ ഷേപ്പാക്കി എടുത്തേ. ഇനി ചൂടുള്ള ഓയിലിൽ പൊരിച്ചെടുക്കുക. വെളിച്ചെണ്ണ അല്ലാത്ത ഏത് ഓയിലും നിങ്ങൾക്ക് യൂസ് ആക്കാം കേട്ടോ. പിന്നെ ഞാനിതിൽ യൂസ് ആക്കിയിട്ടുള്ള ഏതെങ്കിലും കിച്ചൺ വെയറിൻ്റെയോ ഡ്രസ്സിൻ്റെയോ ലിങ്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ട്രെൻഡിയോൾ ഇപ്പോൾ നല്ല ഓഫർ സെയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് മൊത്തം ഇങ്ങനെ പൊരിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടൂത്ത് പിക്ക് മാറ്റാൻ വേണ്ടി മറക്കരുത്, ഇല്ലെങ്കിൽ ഭയങ്കര ഡേഞ്ചറാണ്. ഇനിയിപ്പില്ലേ, ഒരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. 1/2 കപ്പ് പഞ്ചസാരയും അതിനേക്കാളും കുറച്ച് കുറവ് വെള്ളം എടുത്തിട്ട് ഒരു ഏലക്ക ഇട്ട്. ചെറുനാരങ്ങ മസ്റ്റാണ്. നമുക്ക് ആ ഒരു ഷുഗർ സിറപ്പിനൊരു കിക്ക് കിട്ടാൻ ചെറുനാരങ്ങ മസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ എഴുതി വെക്കാം. ഇനി എന്തെങ്കിലും ഒരു നട്ട്സ് വേണം. ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്യുന്നു വേണ്ടേ. എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിസ്താഷ്യോ സ്പ്രെഡ് എടുത്ത്. ഏതെങ്കിലും ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബ്രെഡിലെല്ലാം സ്പ്രെഡ് ചെയ്യുന്ന ചോക്ലേറ്റ് ഏതായാലും എടുത്താൽ മതി. ഇതില്ലേ എന്തെങ്കിലും പാർട്ടിയെല്ലാം ഉണ്ടാകുമ്പോൾ സെർവ് ചെയ്ത് വെക്കാനും കഴിക്കാനും എല്ലാം സൂപ്പറാണ്. ഇതൊരു കൈൻഡ് ഓഫ് ബക്ലാവ എന്ന് വേണം നമുക്ക് പറയാം. കുറച്ച് ഷുഗർ സിറപ്പ് ആടാടെ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ സോഗിയായിപ്പോൾ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്ക് ഇൻഷാല്ലാ.